നമസ്കാരം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 25-ലധികം പേർക്കാണ് പഴകിയ മീൻ കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇതിൽ ഒരു കുടുംബത്തിലെ 5 പേർ ഉൾപ്പെടെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വരെ ആശുപത്രിയിലായി. കടുത്ത ചൊറിച്ചിൽ, ഛർദി, വയറിളക്കം, കാലുകളിൽ നീര് എന്നിവയായിരുന്നു രോഗലക്ഷണങ്ങൾ. മുതിർന്നവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കുട്ടികൾ SAT ആശുപത്രിയിലും ചികിത്സ തേടി. പലർക്കും എന്താണ് സംഭവിച്ചതെന്നു പോലും അറിയില്ലായിരുന്നു. ഈ സംഭവങ്ങൾക്ക് പിന്നാലെ ആര്യനാട് മീൻ മാർക്കറ്റ് നിരീക്ഷണത്തിലാണ്. ദിവസങ്ങളുടെ പഴക്കമുള്ള മീനുകൾ രാസവസ്തുക്കൾ ചേർത്ത് പുതുമയുടെ മേമ്പൊടിയിട്ട് വിപണിയിലെത്തിക്കുന്ന കച്ചവട തന്ത്രമാണ് ഈ ദുരന്തത്തിന് പിന്നിലെന്ന് പരാതി ഉയരുന്നു. മീനിന്റെ ഉറവിടം, സംഭരണ രീതി, യാത്രാസമയം എന്നിവയൊന്നും പലപ്പോഴും കൃത്യമായി ലഭ്യമല്ല. തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കും മീൻ വിതരണം ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രമായ ആര്യനാട് മാർക്കറ്റിൽ ദിനംപ്രതി 100 കണക്കിന് കണ്ടെയ്നർ ലോറികളിലാണ് മീൻ എത്തുന്നത്. ഇവിടെ നിന്ന് ചെറിയ വാഹനങ്ങളിൽ മീൻ ജില്ലയുടെ മുക്കിലും മൂലയിലും എത്തുന്നു. ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മീൻ വാങ്ങുമ്പോൾ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും അസ്വാഭാവിക ഗന്ധമോ നിറവ്യത്യാസമോ ഉണ്ടെങ്കിൽ ആ മീൻ വാങ്ങരുതെന്നും അധികൃതർ പറയുന്നുണ്ട്. ദിവസങ്ങളുടെ പഴക്കമുള്ള മത്സ്യങ്ങൾ പോലും ഐസും മറ്റ് രാസവസ്തുക്കളും ഉപയോഗിച്ച് പുതുമ ഉള്ളതുപോലെ വിപണിയിൽ എത്തിക്കുന്നതായി വ്യാപക പരാതി ഉണ്ടായിട്ടുണ്ട്.